കേരളത്തിലെ ഒരു ചെറിയ പഞ്ചായത്തായ കല്ലറ പഞ്ചായത്തിലും തിരുവോണമെത്തി. ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ നായരാണ്. ഈ ഓണാഘോഷ പരിപാടിയോടുകൂടി മാധവൻ നായർ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണം ഏറ്റവും പൊടിപൂരമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. മാധവൻ നായർക്ക് താങ്ങും തണലുമായി ആ നാട്ടിലെ സ്വപ്നസുന്ദരി മായാമോഹിനിയും കൂട്ടിനുണ്ട്. നമസ്കാരം. ഈ ഓണാഘോഷ പരിപാടിയോടുകൂടി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശീല വീഴും. ഇതുവരെ 5 പൈസ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ കേരളം ഭരിക്കുന്നവന്മാർ അതിൻ്റെ പകുതി ഭാഗം വീട്ടിൽ കൊണ്ടുവന്നു. റിട്ടയർ ആകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കണം. അതിനുള്ള വഴി ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പ്രസിഡന്റേ, ഈശ്വര, അവള് വരുന്നുണ്ട്. എനിക്ക് പിടിച്ചു നിൽക്കാൻ കൺട്രോൾ തരണേ. നമ്മൾ തമ്മിലുള്ള ഈ രഹസ്യബന്ധം ആരെങ്കിലും അറിഞ്ഞാൽ എൻ്റെ ജീവിതം ഐസ്ക്രീം പോലെയാകും. എനിക്ക് വയ്യ, ഞാൻ മടുത്ത് ഇങ്ങനെ ഒളിച്ചും പാത്തുമുള്ള ജീവിതം. എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്? അല്ലെങ്കിൽ അത് വേണ്ട, നമുക്ക് ഒളിച്ചോടാം. എൻ്റെ പൊന്നുമായേ, ഓടാം, എങ്ങോട്ട് വേണമെങ്കിലും ഓടാം. ഈ ഓണം ഒന്ന് കഴിഞ്ഞോട്ടെ. അതുവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പ്രസിഡന്റേ. അയ്യോ, എന്നെ ഇങ്ങനെ നോക്കരുതുമായേ, എൻ്റെ കൺട്രോൾ വിട്ടുപോകും. പ്രസിഡന്റേ, പ്രേമം അത് വൃദ്ധനെ 17കാരനാക്കുന്നു. എനിക്കിപ്പം വയസ്സ് കുറഞ്ഞതുപോലെ തോന്നുന്നു. എൻ്റെ പൊന്നുമായേ, ആ കള്ള് കുടിയാൻ വരുന്നുണ്ട്. അത് നമ്മുടെ വാസു. കാലത്ത് 6 മണി മുതൽ അവൻ ഷാപ്പിൽ. നമസ്കാരം. ഇതാണ് മായാമോഹിനി ചേച്ചിയോ? ചേച്ചി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ കൊച്ചു കള്ളി. നീ പോടാ കള്ളുകൂടിയ. നീ പോടി ഉണ്ടക്കണ്ണി. ഞാൻ കുടിക്കും, ഇന്നും കുടിക്കും, നാളെയും കുടിക്കും. ബിവറേജ് ഈസ് മൈ കൺട്രി. ഓൾ കുടിയൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എൻ്റെ വാസു, നീ എന്തിനാടാ ഇങ്ങനെ കുടിക്കുന്നത്? അത് എൻ്റെ ബുദ്ധി കൂടാനാ പ്രസിഡന്റെ. ബുദ്ധി കൂടാനോ? അതെ, പ്രസിഡന്റിന് അറിയാവോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളത് എവിടാ? അത് പിന്നെ നമ്മുടെ കേരളം തന്നെ ആണല്ലോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത് എവിടാ? അത് രണ്ടാം സംശയം കേരളം തന്നെ. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മദ്യം ബുദ്ധി വികസിപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ ഞാൻ എന്നും കുടിക്കുന്നത്. അങ്ങോട്ട് നോക്കിയേ, ആരാ വരുന്നത്? അത് നമ്മുടെ ഓണക്കമ്മിറ്റിക്കാരാ. ഫുഡ് കമ്മിറ്റി മറിയവും എന്റർടൈൻമെന്റ് കമ്മിറ്റി കുസുമവും. കല്ലാന്
ഓണത്തിന് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഞാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാടൻ കലകളും നാടൻ പാട്ടുകളും നമ്മിൽ നിന്ന് അകന്നുപോയി. ഈ അവസരത്തിൽ കേരളത്തിലെ പുതിയ കലാരൂപങ്ങളായ കത്തിക്കുത്തെ, കുതികാലുവെട്ട്, ഇരുട്ടടി, തലവെട്ട് മുതലായവയായിരിക്കും നമ്മുടെ പുതിയ കലാരൂപങ്ങൾ. ഇവയൊക്കെ നമ്മൾ ദിവസവും ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് പ്രാക്ടീസ് വളരെ കുറച്ച് മതി. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം 2 പ്രത്യേക പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അമ്മായിമ്മ പോരും പരദൂഷണം പറച്ചിലും. ഇതിലേക്കായി മൂത്ത് പാകമായ 2 അമ്മായിമ്മമാരെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ പ്രസിഡന്റുമായി ബന്ധപ്പെടുക. പ്രോഗ്രാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. ഇത്തവണത്തെ ഓണം കലക്കും. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഓണസദ്യ വിഭവങ്ങൾ? ഇത്തവണത്തെ ഓണത്തിന് പാചകകലയുടെ മർമ്മം അറിഞ്ഞിട്ടുള്ള ഏതാനും ചില വ്യക്തികളാണ് നമുക്ക് വിഭവങ്ങൾ ഒരുക്കുന്നത്. ലീലാമ്മയുടെ സാമ്പാർ, ശാന്തമ്മയുടെ ഓലൻ, മറിയാമ്മയുടെ കാളൻ, ശോശാമ്മയുടെ അവിയൽ, പിന്നെ നമ്മുടെ പാചകറാണി തങ്കമ്മയുടെ പുഞ്ചിരിക്കുന്ന ഇഞ്ചിക്കറി. അങ്ങനെ വിവിധ തരം ടേസ്റ്റ് ബഡ്സ് ഉള്ളവർ ഒരുമയോടുകൂടി ഉണ്ടാക്കി ഇലയിൽ വിളമ്പുന്ന ഓണസദ്യ നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ പ്രസിഡന്റ്, ആരാണ് ഇത്തവണത്തെ മഹാബലി? ഓ, അത് പിന്നെ എൻ്റെ ഭർത്താവ് തന്നെ. കഴിഞ്ഞ കുറേ മാസങ്ങളായി അങ്ങേര് വീട്ടിലിരുന്ന് ഒടുക്കത്തെ തീറ്റയാ കുടവയറുണ്ടാക്കാൻ. ഇപ്പോൾ കണ്ട മഹാബലിയെ പോലെ ഇരിക്കും. ഓ, ആ പുതിയ മനസ്സിലിരിക്കട്ടെ. സ്ഥിരമായി എൻ്റെ ഭർത്താവ് തന്നെയാണ് മഹാബലി. ആ പതിവ് തെറ്റിക്കേണ്ട. ഓ, നിന്റെ ഭർത്താവിന് മഹാബലിയുടെ ലുക്ക് ഉണ്ടോടി? ലുക്കിലല്ലടി, സ്വഭാവത്തിലടി കാര്യം. ഓ, നല്ല സ്വഭാവം. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. നിർത്ത്. ഇത്തവണ മഹാബലിയുടെ വേഷം ആരും കെട്ടുന്നില്ല. യഥാർത്ഥ മഹാബലി പാതാളത്തിൽ നിന്നും ഇവിടെ വരാൻ പോവുകയാണ്. ഞാൻ മഹാബലിക്ക് പ്രത്യേക ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. അദ്ദേഹം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഏത് സമയത്തും അദ്ദേഹം ഇവിടെ എത്തും. അല്ല, മാവേലി തമ്പുരാനല്ലേ വരുന്നത്? എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ. നമ്മുടെ നാടിൻ്റെ സ്ഥിതി വളരെ മോശമായതിനാൽ ഇത്തവണ കേരളത്തിലേക്കില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രസിഡന്റിൻ്റെ തുടരെയുള്ള ഇമെയിൽ. ഈയിടെയായി നാം ഇമെയിലുകൾ തുറക്കാറില്ല. കാരണം ഇപ്പോൾ ഇമെയിലിലൂടെയാണല്ലോ പാര വരുന്നത്. എന്തായാലും നിങ്ങളെയെല്ലാം വന്ന് കണ്ടതിൽ വളരെ സന്തോഷം. എങ്കിൽ ഓണാഘോഷ പരിപാടികൾ തുടങ്ങട്ടെ. ആദ്യമായി മലയാളി മംഗമാരുടെ തിരുവാതിര. അയ്യോ, എന്റെ കിരീടം പോയേ. പണ്ട് ഞാൻ നാട് ഭരിച്ചോണ്ടിരുന്നപ്പോ ഒരു പയ്യനെ പറഞ്ഞു വിട്ട് എന്നെ ചവിട്ടി താഴ്ത്തി. വീണ്ടും എന്നെ വിളിച്ചു വരുത്തി എന്റെ സ്വർണ്ണ കിരീടം അടിച്ചു മാറ്റി. അയ്യോ, എനിക്കെന്റെ കിരീടം വേണേ പ്രസിഡന്റേ, എനിക്കെന്റെ കിരീടം തായോ. ആരോ എനിക്കിട്ട്
മനഃപൂർവ്വം പാര പണിയാൻ ചെയ്ത പണിയാണ്. വിടില്ല ഞാൻ ഒരുത്തിനെ. ഇന്ന് കേരളത്തിലെ ഏത് കേസും തെളിയിക്കുന്ന CBI സേതുരാമനെ കൊണ്ട് ഞാൻ ഈ കേസ് അന്വേഷിപ്പിക്കും. CBI സേതുരാമൻ. I am CBI. സേതുരാമയ്യ CBI. I am CBI വിക്രം. അയ്യോ, ഇത് ഷക്കീലയുടെ രേഷ്മയുടെ ഫോട്ടോ ആണേ. ഓ സോറി, ഐഡന്റിറ്റി കാർഡ് മാറിപ്പോയി. അതിരിക്കട്ടെ, കൊല നടന്നത് എപ്പോഴാണ്? കൊലയല്ല, മഹാബലിയുടെ കിരീടമാണ് നഷ്ടമായത്. ഓ, മോഷണമാണല്ലേ? വിക്രം, നോട്ട് ദ പോയിന്റ്. യെസ് സർ. മിസ്റ്റർ മഹാബലി, ആക്ച്വലി എന്താണ് സംഭവിച്ചത്? ഇരുട്ടിന്റെ മറവിൽ ആരോ നമ്മുടെ കൊരവള്ളിക്ക് ഞെക്കിപ്പിടിച്ച് എന്റെ കിരീടം അടിച്ചോണ്ട് പോയി. കൊരവള്ളി. വിക്രം, നോട്ട് ദ പോയിന്റ്. യെസ് സർ. മിസ്റ്റർ പ്രസിഡന്റ്, കൃത്യം എപ്പോഴാണ് നടന്നത്? ഏകദേശം 6 മണിയായി കാണും. സമയം ഇത്ര കൃത്യമായി പറയാൻ കാര്യം? എൻ്റെ കയ്യിൽ വാച്ചില്ലായിരുന്നു. വിക്രം, നോട്ട് ദ പോയിന്റ്. വിക്രം, ഇതുവരെ എഴുതിയ പോയിന്റ്സ് കാണിക്കൂ. യെസ് സർ. ഇതെന്താണ് നോട്ട് ദ പോയിന്റ്സ് 4 പ്രാവശ്യം എഴുതിയിരിക്കുന്നത്? നിനക്കെന്താണ് സെൻസ് ഇല്ലേ? സാർ, നോട്ട് ദ പോയിന്റ് 4 പ്രാവശ്യം പറഞ്ഞു, ഞാനത് 4 പ്രാവശ്യം എഴുതി. വിക്രം, മ്യൂസിക്. Stop it. CBI music. വിവാദപരമായ ഈ കേസിന്റെ വിധി ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഈ കുറ്റകൃത്യം നടത്തിയത് നിങ്ങളിൽ ഒരാളാണ്. മറ്റാരുമല്ല, നിങ്ങളുടെ ഈ നേതാവ് തന്നെയാണ് അത് ചെയ്തത്. എന്തിനാണോ താനിത് ചെയ്തത്? റിട്ടയർ ആകുന്നതിന് മുമ്പ് 5 പൈസ ഉണ്ടാക്കുവാൻ ഇവള് പറഞ്ഞു തന്ന വഴിയാണത്. ഇവളാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. നീ അടിച്ചു മാറ്റി കിരീടത്തിന്റെ മുഖത്ത് മറിയാൻ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. പുസ്തകത്താൽ പഠിച്ച മാവേലിയല്ലിത്. പട്ടിണിക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും മാവേലി, പണ്ഡിതന്റെയും പാമരൻ്റെയും മാവേലി, ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും മാവേലി. അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ ഈ മാവേലി തമ്പുരാൻ വിധിക്കട്ടെ. എന്നോട് പുറക്കണം തമ്പുരാനെ. കാര്യം കാണാൻ രാഷ്ട്രീയക്കാരൻ ആരുടെയും കാല് പിടിക്കും. ഇത് നാം കേരളത്തിൽ സ്ഥിരം കാണുന്ന രാഷ്ട്രീയ കളി. കള്ളവുമില്ല ചതിവുമില്ല എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ തന്നെ കിരീടം അവൻ അടിച്ചു മാറ്റി. എന്നാൽ സമത്വസുന്ദരമായ ഒരു നല്ല കേരളം സ്വപ്നം കാണുന്ന മാവേലി തമ്പുരാൻ എല്ലാം ക്ഷമിക്കുന്നു. മാവേലിയോടൊപ്പം നമുക്കും കള്ളവും ചതിവും പൊള്ളവാക്കുമില്ലാത്ത ആ നല്ല നാളേക്ക് വേണ്ടി കാത്തിരിക്കാം. കോമഡി പറയാനോ ചിരിക്കണ പാരടി പാടാനടി ഞങ്ങൾക്കൊരു വേദിയൊരുക്കിയ ഈശ്വരനും ഇത് കേട്ട് ചിരിച്ചൊരു നിങ്ങളുടെ ഉള്ളിലെ നല്ല മനസ്സിന് ഞങ്ങളുടെ നെഞ്ചിലെ ഓടപ്പൂക്കളിത. ഈശ്വരനും ഇത് കേട്ട് ചിരിച്ചൊരു നിങ്ങളുടെ ഉള്ളിലെ നല്ല മനസ്സിനും ഞങ്ങളുടെ നെഞ്ചിലെ ഓടപ്പൂക്കളിത. പൊന്നോണ നാളിലെത്തി പൊന്നോണ പാട്ട് കേൾക്കാൻ മാവേലി തമ്പ്രാനും വന്നേ. പാരടികൾ തമ്പ്രാനും കേട്ട് പഠിച്ചേ, കോമഡിയെ തമ്പ്രാനും കൂടെ ചിരിച്ചേ.